കുന്നേപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ഇവിടുത്തെ 243 ഇടവക കുടുംബങ്ങൾക്കും അതുപോലെ ആയിരക്കണക്കിന് ഈ ഇവിടുത്തെ ഉണ്ണീശോയുടെ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹപ്രദമായ ഒരു ദിവസം. ഇന്ന് ഇവിടെ കുന്നേപ്പള്ളിയുടെ പുതിയ ദേവാലയത്തിന്റെ കല്ലിടിയിൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു ഒരു പുതിയ ദേവാലയം ഇവിടെ കെട്ടിപ്പടുക്കണമെന്നുള്ളത്. ഈ ദേവാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇത് ഈ ഇടവക ജനത്തിന് മാത്രമുള്ളതല്ല, ഇവിടുത്തെ തീർത്ഥാടക സമൂഹത്തിനും നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ദേവാലയമാണ്, പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ആലയം. ഈ അനുഗ്രഹപ്രദമായ ദിവസത്തിലേക്ക് ഞങ്ങൾ എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയും ചെയ്യും. അത്ഭുതങ്ങൾ ചെയ്യും പ്രവാഹമേ ഉണ്ണീശോയേ, സ്തുതിഗീതങ്ങൾ പാടി പ്രവാചകർ വാഴ്ത്തി നിന്റെ നാമം. നാനാജാതി മതസ്ഥർക്കെന്നും ആശ്രയമായിടുവാൻ, തമുക്കു കുഴയ്ക്കും തനയർക്കെന്നും അനുഗ്രഹമേകിടുവാൻ. കുന്നേൽ വാഴും ഉണ്ണീശോ കൃപ നീ ചൊരിയണമേ, കുന്നേൽ വാഴും ഉണ്ണീശോ കൃപ നീ ചൊരിയണമേ.
കല്യാണ ചടങ്ങിലേക്ക് നമ്മുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും ദൈവം സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മുൻ സഹായമെത്രാൻ മാർ തോമസ് ചക്യാത്ത് പിതാവിനെ ഈ കല്യാണത്തിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. റവറൻഡ് ഫാദർ റോജൻ നങ്ങേലിമാലിൽ, റവറൻഡ് ഫാദർ ബെന്നി പാറേക്കാട്ടിൽ, റവറൻഡ് ഫാദർ ജോസ് പാറപ്പുറം, റവറൻഡ് ഫാദർ വിൻസെന്റ് പർമ്മത്തറ, റവറൻഡ് ഫാദർ ഡേവിസ് മാടവന, റവറൻഡ് ഫാദർ പോൾ കാഞ്ഞിരക്കാട്ടുകാരി എന്നിവരെ സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് റവറൻഡ് മദർ ഫ്ലവറിംഗ് CSN, സിസ്റ്റർ ആഷ്ന, സിസ്റ്റർ അംബിക, സിസ്റ്റർ മെറീറ്റ എന്നിവർക്കും മുൻകാലങ്ങളിൽ ഇവിടെ സേവനമനുഷ്ഠിച്ച എല്ലാ മദർമാരെയും സിസ്റ്റേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷ ചെയ്യുന്ന റവറൻഡ് ഡോക്ടർ വർഗീസ് കളപ്പറമ്പത്ത്, റവറൻഡ് ഫാദർ ജോയൽ തെക്കിനടുത്ത്, സിബിന പൊള്ളയിൽ CSN, സിസ്റ്റർ ടിൻസി ഉള്ളിശ്ശേരി, CSN അങ്കമാലി പ്രൊവിൻസിൽ നിന്ന് വന്നിരിക്കുന്ന സിസ്റ്റർ അന്ന, സിസ്റ്റർ സ്റ്റെല്ല, നീർക്കോട് സിറിയൻ പള്ളി, നീർക്കോട് ലാറ്റിൻ ഇടവക, കൊച്ചാൽ, കൂനമാവ്, മംഗലപ്പുഴ സ്നേഹപുരം, മുപ്പത്തോളം സിറിയൻ പള്ളി, മുപ്പത്തോളം ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുന്നേപ്പള്ളിയിലെ അയൽ പ്രദേശങ്ങളിലുള്ള മതസമുദായ ഗോപാൽ, KPMS തിരുവാരൂർ ശാഖ പ്രസിഡന്റ് ശ്രീ കുമാരൻ, BPJS തിരുവാരൂർ ഗ്രാമമണ്ഡലം പ്രസിഡന്റ് ശ്രീ KK സുരേഷ്, വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ TK അരവിന്ദ്രാക്ഷൻ, NSS തിരുവാരൂർ ശാഖ പ്രസിഡന്റ് ശ്രീ പ്രേംകുമാർ, SNDP തിരുവാരൂർ ശാഖ പ്രസിഡന്റ് ശ്രീ മുരുകൻ എന്നിവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SI MT ജിതിൻകുമാർ സർ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, ആലനാട് വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെയും സ്വാഗതം ചെയ്യുന്നു. കുന്നേപ്പള്ളിയുടെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലെ സുഹൃത്തുക്കളായ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ്, CPM ജില്ലാ സെക്രട്ടറി ശ്രീ S സതീഷ്, BJP ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രമരാജ്, മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുൻ കളമശ്ശേരി MLA-യുമായ ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ്, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ, കേരള ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് മാണി വിദേത്തിൽ, CPM ജില്ലാ സെക്രട്ടറി ശ്രീ ജയകൃഷ്ണൻ, CPI ലോക്കൽ സെക്രട്ടറി ശ്രീ രാജു, BJP മണ്ഡലം പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത്, ശ്രീ സുനിൽ ജോസഫ്, CPM ഏരിയ കമ്മിറ്റി അംഗം ശ്രീ CG ഷാജു, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സുനിൽ തിരുവാരൂർ, സാധുജന സംഘം പ്രസിഡന്റ് ശ്രീ KV പോൾ, കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മെമ്പർ ശ്രീ ബാബു മാത്യു, CPM ജില്ലാ കമ്മിറ്റി മെമ്പർ ശ്രീ MK ബാബു എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹനീയ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയ MP ശ്രീ ഹൈബി ഈഡൻ. ഒരു പ്രസംഗത്തിന്റെ പ്രസക്തിയില്ല, നാടാകെ ആഗ്രഹിച്ചിരുന്ന ഒരു സന്ദർഭമാണ്. ഇതിന്റെ തുടക്ക ഘട്ടത്തിൽ തന്നെ വിപുലമായ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ആ സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. അന്ന് പ്രഖ്യാപിച്ചതുപോലെ സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നിശ്ചയിച്ചതുപോലെ നല്ല രീതിയിൽ ഈ മനോഹരമായ ആലങ്ങാട് കുന്നേൽ അത്ഭുത ദിവ്യ ഉണ്ണീശോയുടെ പുതിയ ദേവാലയം നിർമ്മിതി പൂർത്തീകരിക്കട്ടെ. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തോമസ് ചക്യാത്ത് പിതാവേ, നാടിന്റെ പ്രിയങ്കരനായ ജനപ്രതിനിധി, കേരളത്തിലെ വ്യവസായ കയർ നിയമ വകുപ്പ് മന്ത്രിയായ ശ്രീ P രാജീവ്, ഇടവക വികാരി ജൂലിയസ് അച്ഛൻ, മറ്റു വൈദിക ശ്രേഷ്ഠരെ, സന്യാസി സഹോദരിമാരെ, ഇടവക അംഗങ്ങളെ, വിശ്വാസികൾ, ഏറെ സന്തോഷം പകരുന്ന പൗരാണികതയുടെ ഒരു വലിയ അടയാളമായ നമ്മുടെ എല്ലാവരുടെയും ആലങ്ങാട് കുന്നേൽ പള്ളി വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ പ്രയത്നത്തിന്റെ ഭാഗമായി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. വിഘ്നങ്ങളൊന്നുമില്ലാതെ അത് ഭംഗിയായി ആ പദ്ധതി പൂർത്തീകരിക്കാൻ ഒരുമിച്ച് പ്രാർത്ഥന അർപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ്. എത്ര തിരക്കിനിടയിൽ ഇവിടെ വന്നു ചേർന്നു. അവർക്ക് ഭയങ്കര തിരക്കുണ്ടായിരുന്ന ആവശ്യത്തിലും നമ്മുടെ കർമ്മങ്ങൾ തീരാൻ അവർ വെയിറ്റ് ചെയ്തു. ഇത്തിരി സന്തോഷം, സ്നേഹം, നമ്മൾ കല്ലിടലിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട മന്ത്രി ശ്രീ രാജീവ്, ജനപ്രതിനിധികളെ, മറ്റ് സഹായിക്കപ്പെട്ടവരെ, പ്രിയ സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുണ്ട് ഇത്രയേറെ ജനങ്ങൾ ഇവിടെ ഈ കല്ലിടൽ കർമ്മത്തിന് വന്നു എന്നുള്ളത്. ഒരു ജനകീയ ദേവാലയമായിട്ടാണ് പണ്ട് തൊട്ട് നമ്മൾ കണക്കെടുക്കുന്നത്.
എല്ലാ മതസ്ഥരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട്. അതിൻ്റെ സൂചനയായി കണക്കേറെ പേര് ഇവിടെ വന്നിരിക്കുക. ഏത് മതം ദേവാലയം പണിതാലും അമ്പലം പണിതാലും പള്ളി പണിതാലും പരസ്പരം സഹായിച്ച് വേണം അത് നിർമ്മിക്കുവാനെന്ന ചിന്തയാണ് നമ്മുടെ സമുദായത്തിൽ സമൂഹത്തിൽ എന്നും നിലനിന്നിട്ടുള്ളത്. ഞാൻ ഓർക്ക് 1972 ചെങ്ങമനാട് ഞാനൊരു പള്ളി പണിതിട്ടുണ്ട്. അതുകൂടി ഞാൻ ഒരു വർഷക്കാലം മാത്രമാണ് വികാരി ആയിരുന്നിട്ടുള്ളൂ. അതിലേക്ക് പള്ളി പണിതു. ആ പള്ളിയുടെ നിർമ്മാണത്തിൽ അവിടുത്തെ SNDP സംഘടനയും NSS കരയോഗവും അവർ യോഗം കൂടി തീരുമാനിച്ച് പള്ളി നിർമ്മാണത്തിനുള്ള സംഭാവന തന്നത് ഓർക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ മുസ്ലിം സമുദായവും ആ പള്ളി നിർമ്മാണത്തിന് വേണ്ടി സഹായം ചെയ്തിരുന്നു. അവിടെ പണിതിരുന്ന ഒരു മുസ്ലിം പള്ളിക്ക് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്ന് സംഭാവന കൊടുത്തത് ഞാൻ ഓർക്കുന്നു. അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ ഞാൻ സംബന്ധിച്ചിരുന്നു. പിന്നീട് അവിടെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അവിടുത്തെ അമ്പലം പുനരുദ്ധരിച്ചപ്പോൾ ഞാൻ ആ വഴിക്ക് പോയപ്പോൾ അവിടെ പരസ്യം കണ്ടു. ഞാൻ ആ വികാരിയോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഒരു സംഭാവന അവർക്ക് കൊടുക്കണം. ആ പള്ളി സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആയതുകൊണ്ട് അരമയിൽ നിന്ന് കുറച്ച് പണം പള്ളിയുടെ പേരിൽ കൊടുത്തിട്ട് അവർ അത് അമ്പലത്തിന് കൊടുത്ത് ഞാൻ കൊടുക്കുകയാണ്. ഇത് സംഭവിക്കുന്നത് 58 വർഷം മുമ്പാണ്. ഈ കാലങ്ങൾ മാറി നമ്മൾ തിരിച്ചുപോക്ക് നടത്തേണ്ടതുണ്ട്. എല്ലാ മതങ്ങളും ഒരുമിച്ച് കൈകോർത്ത് നമ്മുടെ രാജ്യത്തെ വളർത്തിയെടുക്കേണ്ടതാണ്. ആത്മീയത വിശ്വാസം അത് അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണ്. ദൈവവിശ്വാസത്തിൽ നാം എല്ലാവരും ഒന്നിക്കുന്നു. നാം എല്ലാവരും ഒരേ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നിർത്തി പരസ്പരം കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് കൊണ്ടുപോകേണ്ടവരാണ്. 1963 അമേരിക്കയിൽ നിർമ്മിച്ച വളരെ മനോഹരമായ ഒരു സിനിമയുണ്ട്. 5 ഓസ്കാർ അവാർഡുകൾ കിട്ടിയതാണ്. ഒരു പള്ളിപണിയുമായി ബന്ധപ്പെട്ട ഒരു ഫിലിമാണത്. 1968 എറണാകുളത്ത് CKയിൽ വികാരിയായിരുന്ന കാലത്ത് എറണാകുളത്ത് തിയേറ്ററിൽ ഞാൻ കണ്ട ഒരു ഫിലിമാണ്. അതിനകത്ത് ചരിത്രം ഒരു അമേരിക്കയിലെ വടക്കൻ പ്രദേശികൾ പാവപ്പെട്ട ഒരു മേഖലയിൽ കുറച്ച് കന്യാസ്ത്രീകൾ വന്ന് മണ്ണം തുടങ്ങി. അവിടെ പള്ളി ഉണ്ടായിരുന്നില്ല. അവിടുത്തെ മനുഷ്യര് കുർബാന കണ്ടിരുന്നു. മാസത്തിൽ കടിക്കുന്ന അച്ഛന് ജീപ്പ് ഓടിച്ച് വരും. ആ ജീപ്പിന്റെ പുറകിലെ പലക വിരിച്ച് അതിൽ തുണി വിരിച്ച് അവിടെയാണ് ഒരു വലിയ ദൈവമാണ്. ഇവിടെ ഒരു ദേവാലയം പണിയണം, അതിന് സഹായിക്കണം. അദ്ദേഹം അതിന് സഹായിച്ചു കൊടുക്കുന്ന രംഗങ്ങളാണ് ആ ഫിലിമിനുള്ളത്. അതിൽ പണിയാണ്. അത് പറഞ്ഞിട്ട് ഓരോരുത്തരെക്കൊണ്ടും അത് പറയിപ്പിക്കുമായിരുന്നു. I build the church, ഞാൻ പള്ളി പണിയുന്നു. അടുത്ത വാചകം യു ബിൽഡ് ദ ചർച്ച്, നീ പള്ളി പണിയുന്നു. മൂന്നാമത്തേതാണ് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള വാചകം, വി ഓൾ ബിൽഡ് ദ ചർച്ച്, നാം എല്ലാവരും കൂടി പള്ളി പണിയുന്നു. അത് പിന്നീട് അതിന് സംഗീതം കൊടുത്ത് പാടുന്നുണ്ട്. ഐ ബിൽഡ് ദ ചർച്ച്, യു ബിൽഡ് ദ ചർച്ച്, വി ഓൾ ബിൽഡ് ദ ചർച്ച്, ഞാൻ പള്ളി പണിയുന്നു, നീ പള്ളി പണിയുന്നു, നാം എല്ലാവരും കൂടി പള്ളി പണിയുന്നു. അത് ദൈവത്തിന് അനുഗ്രഹം ഈ പുതിയ നിർമ്മാണം കിട്ടുകയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഏകമനസ്സോടുകൂടി പ്രാർത്ഥനാപൂർവ്വം വേണം ഈ നിർമ്മാണം നിർവഹിക്കാൻ. ഈ പ്രദേശത്തുള്ള എല്ലാ അവിശ്വാസികൾക്കും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വളരെ ലഘുവായ കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലും ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പുണ്യമാകണമേ, ഞങ്ങളുടെ ആജ്ഞകളെ ഞങ്ങളുടെ മനസ്സ് തൊട്ടുകളെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളുടെ പ്രലോഭനത്തിൽ അധ്വാനം വഴി അങ്ങയുടെ ശിഷ്യർമ്മത്തിൽ പങ്കുകാരാകാൻ മനുഷ്യരെ അംഗീകാരപ്പെടുത്തുകയും അവരുടെ പ്രയത്നങ്ങളെ ആസ്വദിക്കുകയും ചെയ്യുന്ന കാര്യവാനായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്ന പ്രവർത്തനം വിജയകരമായി പുരോഗമിപ്പിക്കുവാനും സന്തോഷപൂർണ്ണമായ പരിസമാപ്തിയിലെത്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പണിക്കാരധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരധ്വാനം നിഷ്ഫലമാകുന്നു. കാത്തില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കും നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് കൂടിയില്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കും നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാർ
കാരണഭാരം നിഷ്ഫലമാകുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതിയെയും ആദിമുതൽ നയിക്കുമാമേ. പ്രവൃത്തിയിലൂടെ അന്ന് ഞങ്ങളെ അങ്ങേ മക്കളായി സ്വീകരിക്കുകയും സദാചാരം ജീവിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ. അങ്ങനെ സന്ദേശം ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ ബുദ്ധിയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ള വായന, അധ്യായം 2, 4 മുതൽ 7 വരെ വചനങ്ങൾ. അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യ ശിലയാണ് അവൻ. നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലി അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇതാ സിയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന് അരുളിച്ച മിശിഹായെ ദൈവജനത്തിൽ ഒന്നുചേർന്ന് അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും വേണ്ടി ഞങ്ങൾ പണിവാൻ പോകുന്ന ദേവാലയത്തിന്റെ അടിസ്ഥാന ശില അങ്ങ് ആസ്വദിക്കണമേ. ഈ മൂലക്കല്ലിൽ പണിതുയർത്തുന്ന പ്രാർത്ഥനാ ഭവനം ഉറപ്പുള്ളതും സുരക്ഷിതവുമായിരിക്കട്ടെ. അങ്ങാണ് യഥാർത്ഥ മൂലക്കൽ. ദേവാലയം എന്ന യാഥാർത്ഥ്യം ഞങ്ങളെ നിരന്തരം അനുസ്മരിപ്പിക്കണമേ. ഈ ദേവാലയത്തിന്റെ പണി സമയം പൂർത്തിയാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങക്ക് ആരാധനയുടെയും സ്തുതിയുടെയും ഗീതങ്ങൾ ഇവിടെ നിന്ന് താമസത്തിന് ഉയരുവാൻ ഇടയാകട്ടെ. ഇതിന്റെ നിർമ്മാണത്തിനായി അധ്വാനിക്കുന്നവരെ അനുഗ്രഹിക്കുകയും എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ഈ ദേവാലയത്തിന്റെ നിർമ്മിതിക്കായി സാമ്പത്തിക സഹായം നൽകുന്നവരെയും ഈ ഇടവകയിലെ ഓരോ കുടുംബത്തെയും അങ്ങയുടെ പൈതൃകമായി പരിപാലനം സംരക്ഷിക്കുകയും ചെയ്യണമേ. എപ്പോഴും എപ്പോഴും എല്ലാവർക്കും ഒന്ന് കൈയടിക്കാം കേട്ടാ.
അപ്പോൾ ഈ തോമസ് പിതാവ് ഏതാനും വാക്കുകൾ കൂടി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ശിലാസ്ഥാപനം നിർവഹിക്കുമ്പോൾ പ്രധാനമായിട്ട് ലോക്ഡൌണിന്റെ പേരുകൾ ഞാൻ പറയുകയാണ്. ഭക്താപൂർവ്വം നമ്മൾ അവരെ സ്മരിക്കണം. നമ്മളിപ്പോഴേ 162 മാർപ്പാപ്പയുടെ കാലത്താണ് ജീവിക്കുക. ലയോ 14 മാർപ്പാപ്പ. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ലേഖന ഭാഗം ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ എഴുതിയ ലേഖനമാണ്. മൂലക്കല്ലിനെ പറ്റിയുള്ള പരാമർശമാണ്. യേശുക്രിസ്തു എന്ന മൂലക്കല്ലിന്മേലും അഭിസംബോധനാകുന്ന അടിത്തറമേലും വളർത്തിയിരുത്തപ്പെട്ട സഭയാണ് നമ്മുടേത്. പത്രോസ്ലീഹയുടെ 262 മാർപ്പാപ്പയുടെ കാലത്താണ് നമ്മൾ ഉന്നമിഷയായിട്ട് ഈ പള്ളിയുടെ പുതിയ പള്ളിയുടെ തല്ലിമേൽ നിർവഹിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ റാഫേൽ മെത്രാപ്പോലീത്തയെയും നമ്മുടെ അതിരൂപതയുടെ വികാരിയായ കമലാനി പിതാവിനെയും പ്രത്യേകമായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇവിടെയുള്ള എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം സംബന്ധമായിട്ടുണ്ടാകട്ടെ എന്നൊരു കൂടി പ്രാർത്ഥിക്കുന്നു. ഒരു വൈദികനെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിൽ ലഭിച്ചിരിക്കുന്നു. അച്ഛന്റെ നേതൃത്വത്തിൽ നിങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. സാധാരണ പള്ളി നിർമ്മാണം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ ഒരിക്കലും അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല എന്ന് പൂർണ്ണമായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. കാരണം യുഡിസിന്റെ നേതൃത്വം അത്ര മനോഹരമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുക. ഇവിടെ ദേവാലയം എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരുമാണ് ഈ കൂട്ടായ്മയാണ്. ഈ ഇടവകയാകുന്ന കൂട്ടായ്മ മനോഹരമായി തീർക്കുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവാനുഗ്രഹം നടന്നുകൊണ്ട് എന്റെ വാക്കിൽ ഞാൻ ഉപയോഗിക്കുന്നു. എല്ലാവർക്കും ഉണ്ണീശോയുടെ കർത്തവ്യമാണ്. എല്ലാവർക്കും അറിയിച്ചിരിക്കുന്നത് രൂപ പറയാം. അങ്ങ് കാണുന്ന ആ പേരെയാണ്. അങ്ങോട്ടേക്ക് എല്ലാവരും എത്തിച്ചേരണം. എല്ലാവർക്കും ഞങ്ങൾ നേർച്ച ഭക്ഷണം അറിയിച്ചിട്ടുണ്ട്. ഉണ്ണീശോയോട് പ്രാർത്ഥിക്കണം.
Thank you.